ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി NBFC ആണ് ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി NBFC എന്ന് വെച്ചാൽ ഒരു 90% പേർക്കും അറിയില്ല ഇത് ഫേക്കാണോ അല്ലെങ്കിൽ റിയൽ RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം നിങ്ങൾ തന്നെ എനിക്ക് കുറച്ച് പേര് വാട്സപ്പ് അയച്ചിട്ടുണ്ട്. എനിക്ക് ലോൺ ഭീഷണി വരുന്നുണ്ട്, ഈ ആപ്പിൽ നിന്ന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു 100-150 പേരോളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭീഷണിയോ കാര്യങ്ങളോ ഹരാസ്മെൻറ്റോ ഒന്നും ഉണ്ടാകില്ല. കാരണം ഇത് RBIയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന NBFC ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിബിൽ കുറവുള്ളവർക്കും സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും എല്ലാം ലോൺ കിട്ടുന്ന കിടിലം ഒരു ആപ്ലിക്കേഷനാണ്. എൻ്റെയും ശ്രദ്ധയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞ സമയത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. ഇത് പക്ക RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതായത് നമുക്കൊരു 2500 രൂപയാണ് അവർ ലോൺ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1800 രൂപ കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ എടുത്തു, എനിക്ക് കുറച്ച് അർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. അത് നിങ്ങളുടെ അർജൻസി അനുസരിച്ച് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ കിട്ടുമെന്ന് പറഞ്ഞാൽ കയറി ഒരിക്കലും ലോൺ എടുക്കരുത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് ക്രെഡിറ്റ് ഫോർ ഷ്യൂർ എന്നാണ്. അപ്പോൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വ്യാജാണെന്ന് വിചാരിക്കും, നമ്മൾ അടയ്ക്കാതിരിക്കും. കുറച്ച് പേരുടെ സിബിൽ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് ലോൺ അടച്ചിട്ട് ഫേക്ക് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ടീമുകൾ ഇങ്ങനെ അടയ്ക്കാതിരിക്കും. അതുകൊണ്ടാണ് സിബിൽ കുറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ എൻ്റെ റീപേയ്മെൻറ്റ് ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2500 രൂപ എടുത്തായിരുന്നു. നിങ്ങൾക്ക് മുകളിൽ കാണാം. ഏകദേശം എനിക്ക് 1800 രൂപയോ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ലോൺ ഹിസ്റ്ററി മുകളിൽ കാണാം. എമൗണ്ട് 2500 രൂപ, ഡ്യൂ എമൗണ്ട് 2500 എന്ന് ഇവിടെ കാണാം. 2500 ഒന്നും കാണില്ല, അത് നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്നതാണ്. 2500 അല്ല കിട്ടിയിരിക്കുന്നത്, 1800 കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ അവരുടെ കസ്റ്റമർ കെയറും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഏജൻസി അല്ലെങ്കിൽ എന്താണ് ഇവിടെ NBFC എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. വാട്ട് ഈസ് ക്രെഡിറ്റ് ഫോർ ഷുവർ, വാട്ട് ആർ ദി ചാർജസ് ഫീസ് ഫോർ ക്രെഡിറ്റ് ഫോർ സാലറി, ഐ എക്സ്റ്റെൻഡ് ദി ടെന്യൂർ ഓഫ് മൈ ലോൺ ഓൺ ക്രെഡിറ്റ് ഫോർ ഷ്യൂർ ക്യാഷ്. അത് നമ്മൾ വായിച്ച് നോക്കുക. കറക്റ്റ് ഓപ്ഷൻസ് നമുക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് നോക്കുക. ഒന്നുമില്ല, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ അവിടെ സാലറിയുടെ ഓപ്ഷൻ തന്നെ കൊടുക്കുക. ബിസിനസ്സോ സെൽഫ് എംപ്ലോയീസോ ഒന്നും തന്നെ കൊടുക്കരുത്. അപ്പോൾ ലോൺ ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. സാലറി തന്നെ കൊടുക്കുക. സാലറി ഡേറ്റ് ഞാൻ മുമ്പ് പറഞ്ഞില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സാലറി ഡേറ്റും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അതെല്ലാവരും 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടും ലോൺ കിട്ടാത്തവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കരുത്. വെറുതെ പുലിവാല് പിടിക്കരുതെന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ എടുത്തതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ഒരു 5 പൈസയും ഇല്ലാത്ത സമയത്താണ് എനിക്ക് ഒരു 1800 രൂപ എടുത്തത്. അതെനിക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ ഒരു 1800 രൂപ. ഒരു 1500 EMI അടയ്ക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷിലായിരുന്നു ആ സമയത്ത് തന്നെ എടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ട്രൂ ബാലൻസ് നിന്ന് 550 സിബിൽ സ്കോർ, 530 സിബിൽ സ്കോറിലൊക്കെ എനിക്ക് ലോൺ കിട്ടി. 40,000-60,000 രൂപയ്ക്ക് ലോൺ കിട്ടിയെന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ട്രൂ ബാലൻസിൻ്റെ എലിജിബിലിറ്റി കുറച്ചോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അതിനെക്കുറിച്ച് എനിക്കൊരു ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും എലിജിബിലിറ്റി, സിബിൽ അല്പം കുറഞ്ഞാലും വേറെ ഏതെങ്കിലും എലിജിബിലിറ്റി വെച്ചായിരിക്കും അത് തന്നത്. അപ്പോൾ ട്രൂ ബാലൻസിൻ്റെ ലിങ്ക് ഞാൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം മറ്റൊരു NBFCയും RBI അപ്രൂവ്ഡ് NBFC ഒന്നും ഈ ഒരു 500-530 സിബിൽ സ്കോറിൽ ലോൺ തരില്ല. അപ്പോൾ ഇന്ന് വിളിച്ചൊരു ഏകദേശം ഒരു 50ഓളം സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സും എല്ലാം വിളിച്ചു പറഞ്ഞു, സാർ എനിക്ക് 525 സിബിൽ സ്കോറുള്ളൂ, എനിക്ക് ട്രൂ ബാലൻസ് നിന്ന് 27,000 കിട്ടി, 30,000 കിട്ടി, 40,000 കിട്ടിയെന്ന് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അതിന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അടുത്ത സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ജനറലായിട്ടുള്ള ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബിസിനസ്സോ ഫ്രീലാൻസേഴ്സോ അങ്ങനെ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കേണ്ടത് സാലറി തന്നെ കൊടുക്കുക.
അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ സിസ്റ്റം നമ്മുടെ എന്താ പറയുന്ന ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തന്നെ കളയും. നമ്മളിപ്പോൾ ഫ്രീലാൻസർ തന്നെ ആയിരിക്കാം, പക്ഷേ നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് സാലറി തന്നെ കൊടുക്കുക. സാലറി ഡേറ്റ് കൊടുക്കുന്ന, അതായത് പേ ഡേറ്റ് എന്ന് ചോദിക്കുന്ന ചില ആപ്ലിക്കേഷനിൽ ട്രൂ ബാലൻസ് പോലുള്ള അവിടെ 2, 2, 3, 4 ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിങ്ങൾ കൊടുക്കുക. 10, 15 കൊടുത്ത് കളയരുത്. ബാങ്കുകളൊക്കെ നെഗറ്റീവ് പ്രൊഫൈൽ ചെയ്യില്ല. അതായത് ബി ക്ലാസ് എംപ്ലോയീസ് ഒന്നും നമ്മൾ ചെയ്യില്ല. ഉദാഹരണത്തിന് ഒരാളൊരു പ്യൂൺ വർക്ക് ചെയ്യുന്നെങ്കിൽ അദ്ദേഹം അവിടെ വേറെ എന്തെങ്കിലും കൊടുക്കുക, ക്ലർക്കെന്നോ കാര്യങ്ങളൊന്നും കൊടുക്കുക. അതേപോലെ തന്നെ സെക്യൂരിറ്റി ജോബ് ആണെങ്കിൽ അവിടെ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് അവിടെ കൊടുക്കുക. സെക്യൂരിറ്റി ജോബ് ആണെങ്കിലും ക്ലർക്കെന്ന് കൊടുക്കുക. അതായത് സാലറി സ്ലിപ്പൊന്നും ചോദിക്കാതെ ചെയ്യുന്ന NBFCയിൽ. അപ്പോൾ മിക്കുള്ളവരുടെയും ഒരു നമ്മൾ ജെന്യൂനായിട്ട് നമ്മളെന്താ പറയുക, നമ്മൾ വളരെ ജെന്യൂനായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, പക്ഷേ അവർ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്ത് കളയുന്നത്. ഡ്രൈവേഴ്സ് ഒന്നും കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്കറിയാം ചില ബാങ്കുകൾ വക്കീലിനും പോലീസിനും, ചില ബാങ്കുകളെന്നല്ല മിക്ക ബാങ്കുകളും വക്കീൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും ലോൺ കൊടുക്കില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്, നെഗറ്റീവ് പ്രൊഫൈൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ട്രൂ ബാലൻസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സിബിൽ സ്കോർ കുറഞ്ഞവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്ലിയർ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് സിബിൽ കുറഞ്ഞവർക്കും അതുപോലെ തന്നെ എലിജിബിലിറ്റി ഇല്ലാത്തവർക്കും എങ്ങനെ ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.